യേശുക്രിസ്തു വാനവരിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായിരിക്കാല് അവന്റെ മുമ്പിൽ നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെ പള്ളിയിലച്ചനും തിരുമേനിമാരും ഉൾപ്പെടെയുള്ള പാപികളായിരിക്കുന്ന സകല മനുഷ്യരോടും ദൈവം കൽപ്പിക്കുന്നത് മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്ന് വരെ രാഹുകാലത്ത് നിന്ന് പോലും രക്ഷിപ്പാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും നിങ്ങൾ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ വെള്ളത്തിൽ സ്നാനമേൽക്കണം. അത് യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂസിൽ മരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം ഹോളി സ്പിരിറ്റിനെ യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനെ നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി യാഗങ്ങളോ വഴിപാടുകളോ ബലികളോ ചെയ്യുന്നവരെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അതേ പ്രിയപ്പെട്ട, ഓരോ വർഷം നമ്മൾ ചെയ്യുന്ന അടിയന്തരങ്ങൾ ദൈവത്തിനെ പരിഹസിക്കുകയാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. ദൈവത്തിന് അത് സഹിച്ചുകൂടാഞ്ഞു. അതേപോലെ തന്റെ പുത്രനെ അംഗീകരിക്കാത്ത എല്ലാവരെയും അവൻ തീപ്പൊയിലേക്ക് തള്ളിക്കളയും. നമ്മൾ പാപം ചെയ്തുകൊണ്ടല്ല, ഇങ്ങനെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ന്യായവിധി എന്നതോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി ലോകത്തെ സ്നേഹിച്ചതത്രേ. അതേ ലോകത്തിലെ നേതാക്കന്മാരെയും ലോകത്തിലെ മനുഷ്യരെ നിങ്ങൾ ദൈവമായിട്ട് കണ്ടതത്രേ ദൈവത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്.